നമ്മുടെ സ്വഭാവം ജീവിതത്തിൽ നമുക്ക് ആദ്യം കിട്ടുന്ന രംഗം ഒരു മക്കൾ എന്ന രംഗമാ, അല്ലേ? ഒരു കാലം വരെ ഞാനുങ്ങളും ഒക്കെ മക്കളാ. മാതാപിതാക്കളാൽ ജീവിതത്തെ സ്വപ്നം കണ്ടവർ, മാതാപിതാക്കളാൽ ജീവിതത്തെ കെട്ടിപ്പടുത്തവർ, അവരുടെ ശ്വാസം കൊണ്ടും അവരുടെ അധ്വാനം കൊണ്ടും വിയർപ്പ് കൊണ്ടും ആ സങ്കടങ്ങളെയും പ്രാരാബ്ദങ്ങളെയും ഊറ്റിക്കുടിച്ച് ജീവിച്ചവർ, അല്ലേ? ഇരിക്കുന്ന ഓരോരുത്തർക്കും ജന്മം തന്നിയ മാതാപിതാക്കളില്ലേ? ആ മാതാപിതാക്കളോട് മക്കളെന്ന നിലക്ക് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. ആദ്യം ആ ചിന്ത സ്വന്തം ഇരുന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും കിട്ടിയൊരു സൗഭാഗ്യമായിരുന്നോന്ന്? എന്റെ രക്ഷിതാക്കൾക്ക് എന്നെ കൊണ്ട് സമാധാനം കിട്ടിയിരുന്നോന്ന്? അവരുടെ മനസ്സ് നിറച്ചിട്ടാണോ ഞാൻ അവരെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത്? അവരായിരുന്നു എന്റെ ധൈര്യമെന്ന് പടച്ചോനെ ഓരോ ഭക്തിനും, അല്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ, റബ്ബേ രണ്ടുപേർക്കും നീ കാരുണ്യം ചെയ്യണം. എങ്ങനെ നീ കാരുണ്യം ചെയ്യണം? കമാ റബ്ബയാനി സഗീറാ, എന്റെ ചെറുപ്പത്തിൽ അവരെന്നോട് കാരുണ്യം കാണിച്ചതുപോലെ. ജനിപ്പിക്കുന്നതിന്റെ മുൻപേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച മാംസത്തെയും കൊണ്ട് അനങ്ങാതെ പിടയാതെ ഒന്ന് മലർന്നു പോലും കിടക്കാതെ ആഞ്ഞു വലിക്കുന്ന ശ്വാസമുട്ടലിന്റെ വേദനയിലും വെരിക്കോസിന്റെ പെടച്ചിലും ഒരു ഉമ്മ അനുഭവിച്ച കമാ റബ്ബയാനി സഗീറാ, ആ കാരുണ്യത്തോടുകൂടി ആ മകന് വേണ്ടി പകലന്തിയോളം ചോര നീരാക്കാനും വെയിലുകൊണ്ട് വേർപ്പ് പറ്റിക്കാനും സമ്പാദ്യത്തിൽ നിന്ന് ഒരു നല്ല ഭക്ഷണമോ വസ്ത്രമോ ധരിക്കാതെ, ഇന്നത്തെ മക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്തവൈബുകളായി നല്ലൊരു വസ്ത്രം ധരിക്കാതെ, ഒരു നല്ല കുപ്പായമിടാതെ, ഒരു നല്ല ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ആ മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ച വാപ്പ കമാ റബ്ബയാനി സഗീറാ, ആ ചെറുപ്പത്തിൽ അവരെന്നോട് കാണിച്ച ആയിരക്കണക്കിന് സ്നേഹത്തിന്റെ പളുങ്കുകൾ നട്ടപ്പാതിര നേരത്ത് കിടന്നുറങ്ങുമ്പോ മൂത്രമൊഴിക്കുന്ന മകന് ആ മൂത്രത്തിൽ കിടക്കാതിരിക്കാൻ വാപ്പാന്റെ വെള്ളത്തുണി കീറി 5ഉം 10ഉം കഷണങ്ങളാക്കി കാത്തുവെച്ച ഉമ്മ ഓരോ രാത്രിയും ഉറക്കമൊന്ന് കെട്ടുമുറുകുമ്പോഴേക്കും മകന്റെ ഞരക്കവും കരച്ചിലും കേട്ട് ആ പൈതലിനെ എടുത്ത് മാറ്റിക്കിടത്തി അവന്റെ അടിഭാഗത്ത് നിന്ന് ആ മൂത്രത്തിന്റെ തുണികൾ മാറ്റി വീണ്ടും ഉണങ്ങിയ തുണി വെച്ച് രാവ് പകലാക്കി നല്ലോണം ഉറങ്ങാൻ പോലും പറ്റാതെ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ ഏതൊരു സെക്കൻഡും എനിക്കില്ലെങ്കിലും റബ്ബേ എന്റെ മക്കൾക്ക് വേണം നാഥാ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉമ്മ, ആ ഉമ്മനെയും വാപ്പനെയോടും നമ്മൾ ഏറ്റവും മര്യാദക്കാണോ പെരുമാറിയത്? കവി പാടിയൊരു പാട്ടുണ്ട്, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. തൊട്ടിലാട്ടിയ കൈകൾ രാവുകൾ പകലാക്കി ഓരോ ഉമ്മമാരും ആട്ടിക്കൊണ്ടിരുന്ന തൊട്ടിൽ, മക്കളൊന്നുറങ്ങാൻ ശീതീകരിക്കപ്പെട്ട റൂമില്ലാത്തൊരു കാലഘട്ടത്തിൽ, വാതിലടച്ചിടാൻ പോലും കെൽപ്പില്ലാത്തൊരു കാലഘട്ടത്തിൽ, ഉത്തരത്തേക്ക് കെട്ടിത്തൂക്കിയ ഒരു കയറിൽ വാപ്പാന്റെ തുണി കെട്ടിവെച്ച് തന്റെ മകൻ അതിലേക്ക് കടത്തി ഹസ്ബീ റബ്ബി സ്വല്ലല്ലാഹ് എന്നോരോ രാവും പാടി ആ കുഞ്ഞിനെ വലുതാക്കി കൊണ്ടുവന്ന ആ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. തൊട്ടു നോക്കിയിട്ടുണ്ടോ ഉമ്മാന്റെ കൈ? തൊട്ടു നോക്കിയിട്ടുണ്ടോ ഉമ്മാന്റെ കൈ ഒരാഴ്ചന്റെ ഇടക്ക്? നമ്മക്കൊക്കെ ഇപ്പൊ എന്താണെന്നറിയാവോ? വാട്സപ്പ് സ്നേഹവും ഫേസ്ബുക്ക് ബന്ധവും. മാതൃദിനൊക്കെ വരാൻ നിൽക്കുക. ചില മക്കളുണ്ട് ഉമ്മാന്റെ പേരുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് പറയും, കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന്റെ കുടലായ എന്റെ പ്രാണന്റെ ഉമ്മാന്നൊക്കെ. സ്വന്തം ഉമ്മാനൊന്ന് പോയി നോക്കിയിട്ട് ചിലപ്പോൾ ഒരു മാസമായിട്ടുണ്ടാവും. ഓരോന്നും നഷ്ടപ്പെട്ടു പോകുമ്പോഴാ അവരെത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചായിരുന്നു, ധൈര്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അവര് നമ്മുടെ അടുത്ത് നിന്ന് ഇല്ലാണ്ടായി പോകുമ്പോഴാ അവര് നമുക്ക് എത്ര ധൈര്യം തന്നവരായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. കുട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നുപോയി. ഞാൻ ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് കേട്ട് സംസാരിക്കാൻ ചെന്നതാ. ഉമ്മ പറയാണ്, ഞാൻ ഒറ്റക്ക് താമസിച്ചോളാം മക്കളെ. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടില് തൊട്ടടുത്തൊരു കൊട്ടാരുണ്ടാക്കിയിട്ട് മകനും മാൻ അങ്ങോട്ട് കൂട്ടിയതാ. ഉമ്മ പറഞ്ഞു, ഞാനില്ല, എനിക്ക് ആരോടൊരു പരാതിയില്ല, മക്കളോട് പരാതിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ പഴയ തറവാട്ട് കിടക്കണം. വാപ്പ മരിച്ചുപോയതല്ലേ, അവിടെ കിടക്കട്ടെ ഞാൻ. അവസാനം ഇങ്ങനെ രഹസ്യമായിട്ട് ആ ഉമ്മാനൊന്ന് നമ്മൾ കണ്ട് സംസാരം അത് എടുത്തുകൊണ്ടു കൊടുത്തപ്പോ അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനേക്കാളേറെ അവന്റെ ഭാര്യന്റെ നോട്ടവും മാനസികമായിട്ട് എന്നെ ഒരുപാട് ബേജാറാക്കി. അപ്പൊ ആ മകനായിട്ട് സംസാരിച്ചപ്പോ പെണ്ണുങ്ങളെ പൂതിക്ക് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ.
അപ്പൊ അകത്തേക്ക് ഉമ്മനെ കാണിക്കാണ്ട് എടുക്കാന്ന് കരുതി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ സാധനമൊന്നുമല്ല, പരിപ്പ് വടയാ. ഞാൻ ചോദിച്ചു, ഒരു പരിപ്പ് വട ഉമ്മാർക്ക് തിന്നാൻ പറ്റിയാലെങ്കിലും കൈമ കൊടുത്താൽ മതി. അത് 6 കഷണാക്കിയിട്ട് പേരക്കുട്ടികൾക്ക് മനോഹരമായിട്ട് പെരുമാറി. നമുക്ക് പടച്ചോൻ തന്ന ഏറ്റവും നല്ല ജീവിതത്തിന്റെ ഘട്ടമായിരുന്നു അത്, ഒരു മക്കൾ എന്ന ഘട്ടം. ആ മക്കൾ എന്ന ഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളെ സ്വഭാവം മാതാപിതാക്കളോട് നന്നാക്കിയിട്ടുണ്ട്. ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി കുത്തുവാക്ക് പറയുന്നവര്, സ്വന്തം മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറാതെ ഏറ്റവും മോശമായി പെരുമാറി അവരുടെ ഉള്ളകം സങ്കടപ്പെടുന്നത്. ഇന്ന് എല്ലാവരും ചിന്തിക്കൽ എന്താണെന്നറിയാവോ? ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു ദേഷ്യം ഉണ്ടാകും.